നിങ്ങൾ ഡോക്ടർ പിയേഴ്സ് സ്റ്റീലിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? ആൾ മോട്ടിവേഷൻ സയൻസിലെ ഒരു എക്സ്പേർട്ടാണ്. അപ്പോൾ പിയേഴ്സ് സ്റ്റീലിൻ്റെ ഒരു ഇക്വേഷൻ ഉണ്ട് മോട്ടിവേഷന് വേണ്ടി. ഒരുപാട് കാലത്തെ റിസർച്ചിനൊക്കെ ശേഷം ആൾ ഉണ്ടാക്കിയെടുത്ത ഒരു ഇക്വേഷനാണ്. ആൻഡ് ആ ഇക്വേഷൻ പറയുന്നത് മോട്ടിവേഷൻ ഈക്വൽ ടു എക്സ്പെക്റ്റേഷൻ ഇൻ ടു വാല്യൂ ഡിവൈഡഡ് ബൈ ഇമ്പൾസീവ്നെസ് ഇൻ ടു ഡിലേ. ഈ ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് പ്രൊക്രാസ്റ്റിനേഷനെ മാറ്റിയെടുക്കാം. എന്താണ് പ്രൊക്രാസ്റ്റിനേഷൻ? പ്രൊക്രാസ്റ്റിനേഷൻ എന്ന് വെച്ചാൽ എല്ലാ കാര്യങ്ങളും നാളത്തേക്ക്, പിന്നൊരു അവസരത്തിലേക്ക് മാറ്റിവെക്കാം. ഇന്ന് ചെയ്യേണ്ട നാളെ ചെയ്യാം, അല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞ് ചെയ്യാമെന്ന് പറഞ്ഞ് ഈ മാറ്റിവെക്കുന്ന കാര്യങ്ങൾ നമ്മൾ പിന്നീട് ഒരിക്കലും ചെയ്യാത്ത ഒരു അവസ്ഥയിലേക്ക് എത്തുന്നു. ഇതാണ് പ്രൊക്രാസ്റ്റിനേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് പിയേഴ്സ് സ്റ്റീലിൻ്റെ ഇക്വേഷൻ വെച്ചിട്ട് തന്നെ സയൻറ്റിഫിക് ആയിട്ട് തന്നെ മാറ്റിയെടുക്കാം. ആദ്യം തന്നെ ആ ഇക്വേഷനിൽ പറയുന്നത് മോട്ടിവേഷൻ ഈക്വൽ ടു എക്സ്പെക്റ്റേഷൻ ഇൻറ്റു വാല്യൂ ഡിവൈഡഡ് ബൈ ഇമ്പൾസീവ്നെസ് ഇൻറ്റു ഡിലേ ആണ്. അതായത് നമുക്ക് ഈ ഇക്വേഷൻ നോക്കിയാൽ മനസ്സിലായിരിക്കും, ആദ്യത്തെ രണ്ട് ഫാക്ടേഴ്സ് എക്സ്പെക്റ്റേഷൻ ആൻഡ് വാല്യൂ, ഇത് രണ്ടും കൂടുന്നതിനനുസരിച്ച് നമ്മുടെ മോട്ടിവേഷൻ കൂടിക്കൊണ്ടേയിരിക്കും. മോട്ടിവേഷൻ കൂടിയാൽ പ്രൊക്രാസ്റ്റിനേഷനുള്ള ചാൻസ് കുറയും. അപ്പോൾ നമ്മുടെ ഗോൾ എപ്പോഴും എന്തായിരിക്കണം? എക്സ്പെക്റ്റേഷൻ ആൻഡ് വാല്യൂ കൂട്ടുക എന്നുള്ളതായിരിക്കണം. അങ്ങനെ കൂടിക്കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യണമെന്ന് തോന്നുകയുള്ളൂ, അതിനുവേണ്ടി നമ്മൾ വർക്ക് ചെയ്യുള്ളൂ. ഓക്കെ, ആദ്യം തന്നെ നമുക്ക് എക്സ്പെക്റ്റേഷൻ എങ്ങനെ കൂട്ടാമെന്ന് നോക്കാം. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിൽ സക്സസ്ഫുൾ ആവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്, അല്ലെങ്കിൽ നമ്മളെക്കൊണ്ട് പറ്റും എന്നുള്ള ഒരു പൂർണ്ണമായിട്ടുള്ള വിശ്വാസം ഉണ്ടെങ്കിലാണ് നമ്മുടെ എക്സ്പെക്റ്റേഷൻ കൂടുന്നത്. അല്ലാതെ ഇതൊന്ന് ചെയ്ത് നോക്കാം, നടക്കുന്നെങ്കിൽ നടക്കട്ടെ എന്നുള്ള ഉദ്ദേശത്തിൽ പോയാൽ നമ്മുടെ എക്സ്പെക്റ്റേഷൻ അവിടെ കുറയാണ്. നമ്മൾ തന്നെ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ സബ് കോൺഷ്യസ്ലി നമ്മൾ തന്നെ പറയും ഇത് നടക്കാനൊന്നും ചാൻസ് ഇല്ല. അപ്പോൾ നമുക്ക് ഹാർഡ് വർക്ക് ചെയ്യാനുള്ള മനസ്സും കുറേ ഇത് കിട്ടാൻ സാധ്യത ഇല്ലാത്ത കാര്യമല്ലേ, അല്ലെങ്കിൽ ഇത് നടക്കാൻ ചാൻസ് ഇല്ലാത്ത കാര്യമല്ലേ, അപ്പോൾ നമ്മൾ അതിനു വേണ്ടി കഷ്ടപ്പെടുന്നത് എന്തിനാ എന്നുള്ള ഒരു മൈൻഡ് സെറ്റ് നമ്മുടെ മനസ്സിനും ഉണ്ടാവും. അപ്പോൾ നമ്മൾ ആദ്യം വേണ്ടത് നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യത്തിൽ നമുക്ക് എത്താൻ പറ്റണം, നമ്മളവിടെ എത്തിയിരിക്കും എന്നുള്ള 100% വിശ്വാസം, ഉറപ്പ് നിങ്ങൾക്കുണ്ടായിരിക്കണം. അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ കൂടുതലായിട്ട് അതിലേക്ക് എഫേർട്ട് ഇട്ടുകൊണ്ടിരിക്കും. രണ്ടാമത്തെ കാര്യമാണ് വാല്യൂ. അതായത് നമ്മൾ ചെയ്യുന്ന വർക്കിനെ നമ്മൾ എന്തുമാത്രം വാല്യൂ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ നമുക്ക് അത് ചെയ്യുമ്പോൾ എന്തുമാത്രം നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ട്, നമ്മുടെ ഫുൾ എഫേർട്ട് ഇട്ടിട്ടാണോ നമ്മൾ ചെയ്യുന്നത്, അത് ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിനൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നുണ്ടോ, ഇതിനൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നതാണ് വാല്യൂ എന്ന് പറയുന്നത്. ഈ വാല്യൂ എന്ന് പറയുന്നതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്, നമുക്ക് ഇത് നടന്നു കഴിയും അറ്റ് ദ എൻഡ് നമുക്ക് കിട്ടാൻ പോകുന്ന ഒരു റിവാർഡ് ഉണ്ട് അല്ലേ. നമുക്ക് എന്തെങ്കിലും ഒരു ബെനിഫിറ്റ് നമ്മൾ മനസ്സിൽ വെച്ചിട്ടാണ് നമ്മൾ ഓരോ വർക്കും ചെയ്യുന്നത്. ആൻഡ് ആ റിവാർഡ് നമ്മൾ എന്തുമാത്രം എൻജോയ് ചെയ്യുന്നതാണ്, അല്ലെങ്കിൽ നമുക്കത് എന്തുമാത്രം സാറ്റിസ്ഫാക്ഷൻ തരും, നമുക്ക് എത്രമാത്രം സന്തോഷം തരും, ഇതിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും നമ്മുടെ വാല്യൂ എന്ന് പറയുന്നത്. അപ്പോൾ വാല്യൂ കൂടുന്നതിനനുസരിച്ചിട്ട് നമ്മുടെ മോട്ടിവേഷൻ കൂടിക്കൊണ്ടേയിരിക്കും. അപ്പോൾ നമ്മൾ എപ്പോഴും നമ്മൾ ചെയ്യുന്ന വർക്കിൻ്റെ വാല്യൂ നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് വേണം ചെയ്യാൻ. ഇത് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് എന്തൊക്കെ നേട്ടങ്ങൾ ഉണ്ടാകാൻ പോകുന്നു, അതുപോലെ തന്നെ നമ്മൾ ആ വർക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കുമ്പോൾ പോലും ഇത് എത്ര നല്ല ഒരു കാര്യമാണ് ഞാൻ ചെയ്യുന്നത്, എൻ്റെ ലൈഫിലേക്ക് വേണ്ട, എൻ്റെ ഫ്യൂച്ചറിലേക്ക് വേണ്ടിയാണ് ഞാൻ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് എന്ന് ചിന്തിച്ചുകൊണ്ട് നമ്മളെപ്പോഴും വർക്ക് ചെയ്യുക. അപ്പോൾ നമുക്കൊരു മോട്ടിവേഷൻ കിട്ടും. ഇനി പിയേഴ്സ് സ്റ്റീലിൻ്റെ ഇക്വേഷൻ അനുസരിച്ച് നമ്മുടെ മോട്ടിവേഷൻ കുറയ്ക്കുന്ന, അതായത് നമ്മുടെ പ്രൊക്രാസ്റ്റിനേഷന് കാരണമായിട്ട് വരുന്ന രണ്ട് സാധനങ്ങളാണ്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഇമ്പൾസീവ്നെസ്സും സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ഡിലേയുമാണ്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഇമ്പൾസീവ്നെസ് എന്താണെന്ന് നോക്കാം. ഇമ്പൾസീവ്നെസ് എന്ന് പറയുന്നത് നമ്മൾ ഡിസ്ട്രാക്റ്റഡ് ആവാനുള്ള ഒരു ടെൻഡൻസിയാണ്. നമ്മൾ കുറച്ച് സമയം, ഇപ്പോൾ പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ നമ്മൾ കുറച്ച് സമയം പഠിച്ച് അത് കഴിഞ്ഞ് നമ്മൾ ഫോണിലേക്ക് നോക്കുന്നു, നമ്മൾ റീൽസ് കാണുന്നു, ഷോർട്സ് കാണുന്നു, ഇതൊക്കെയാണ് ഡിസ്ട്രാക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഡിസ്ട്രാക്റ്റഡ് ആവാൻ എത്രത്തോളം ചാൻസ് കൂടുന്നു അതിനനുസരിച്ച് നമ്മുടെ മോട്ടിവേഷൻ കുറഞ്ഞുകൊണ്ടേ വരും. അതുപോലെ തന്നെ നമ്മുടെ പ്രൊക്രാസ്റ്റിനേഷൻ കൂടിക്കൊണ്ടേയിരിക്കും. അപ്പോൾ നമ്മൾ എപ്പോഴും ഡിസ്ട്രാക്റ്റഡ് ആവാതിരിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ അതിൽ മാത്രം കോൺസെൻട്രേറ്റഡ് ആയിരിക്കുക. ചുറ്റിലും റീൽസ് ഉണ്ടായാലും ഷോർട്സ് ഉണ്ടായാലും എന്തൊക്കെ നടന്നാലും എനിക്കുള്ള വർക്ക് ഞാൻ ചെയ്തിരിക്കും, അത് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ ഞാൻ വേറെ എന്തും ചെയ്യുന്നുള്ള ഒരു ദൃഢനിശ്ചയത്തിൽ വേണം നമ്മളൊരു വർക്ക് ചെയ്യാനായിട്ട് ഇരിക്കാൻ വേണ്ടി. ആൻഡ് നെക്സ്റ്റ് ആൻഡ് ലാസ്റ്റ് ഫാക്ടർ എന്ന് പറയുന്നത് ഡിലേ ആണ്. ഡിലേ എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു വർക്ക് ചെയ്യുന്നു. ഓക്കെ, ഫോർ എക്സാമ്പിൾ
ഞാനൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നു എന്ന് വിചാരിക്കും. ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി ഞാൻ ഇന്ന് വർക്ക് ചെയ്ത് തുടങ്ങുന്നു. ഓക്കെ, പക്ഷേ ഈ ബിസിനസ് എന്ന് പറഞ്ഞാൽ നമുക്ക് പെട്ടെന്നൊന്നും പ്രോഫിറ്റ് കിട്ടാത്ത ടൈപ്പ് ഒരു ബിസിനസ്സാണെന്ന് വിചാരിക്കും. ഓക്കെ, ഞാനതിൽ കുറേ പൈസ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇനി ഞാൻ ആ ബിസിനസ് ബിൽഡ് ചെയ്തെടുക്കണം. എനിക്കൊരു 2 or 3 yearsന് ശേഷം മാത്രം എനിക്ക് ഇതിൻ്റെ അകത്തുനിന്ന് എന്തെങ്കിലും ഒരു പ്രോഫിറ്റ് കിട്ടും. അപ്പോൾ നമ്മുടെ വർക്കും നമുക്ക് കിട്ടാൻ പോകുന്ന റിവാർഡും തമ്മിൽ ഒത്തിരി ടൈം ഗ്യാപ്പ് വരുന്നുണ്ട് അല്ലേ? 2 വർഷം എന്നൊക്കെ പറയുമ്പോൾ, അപ്പോൾ ഞാൻ 2 വർഷം ഞാൻ മോട്ടിവേറ്റഡായി വർക്ക് ചെയ്തുകൊണ്ടേയിരിക്കണം. എനിക്കൊന്നും കിട്ടില്ല, ബട്ട് സ്റ്റിൽ ഞാൻ വർക്ക് ചെയ്തുകൊണ്ടേയിരിക്കണം. അവിടെ എൻ്റെ മോട്ടിവേഷൻ ഉറപ്പായിട്ടും കുറഞ്ഞു പോകും. ഇടയ്ക്ക് എവിടെയെങ്കിലുമൊക്കെ വെച്ച് എൻ്റെ മോട്ടിവേഷൻ കുറയും. ആൻഡ് ദിസ് റിസൾട്ട്സ് ഇൻ പ്രൊക്രാസ്റ്റിനേഷൻ. അപ്പോൾ ഈ ഒരു ഡിലേ വന്നാൽ ഉറപ്പായിട്ടും നമ്മൾ പ്രൊക്രാസ്റ്റിനേറ്റ് ചെയ്യും. ഞാൻ എന്തൊക്കെ കഷ്ടപ്പെട്ടിട്ടുണ്ട്, എനിക്ക് ഇന്നോ നാളെയോ മറ്റന്നാളോ ഒന്നും ഇതിൻ്റെ റിസൾട്ട് കിട്ടാൻ പോകുന്നില്ല എന്നുള്ളൊരു മൈൻഡ് സെറ്റ് സ്വാഭാവികമായിട്ടും നമ്മുടെ മനസ്സിലേക്ക് വരുന്നതാണ്. ഇനി നമുക്ക് ഈ വേണ്ട സാധനങ്ങൾ കൂട്ടി, അതായത് മുകളിൽ കിടക്കുന്ന എക്സ്പെക്റ്റൻസിയും വാല്യൂയും കൂട്ടി ഇമ്പൾസീവ്നെസ്സും ഡിലേയും കുറയ്ക്കാൻ വേണ്ടി നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്ന് നോക്കാം. അതിനു വേണ്ടിയുള്ള 4 മെത്തേഡ്സാണ് നമ്മൾ പറഞ്ഞു തരാൻ പോകുന്നത്. ആൻഡ് ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ബ്രേക്ക് ഡൗൺ ദ സ്റ്റെപ്സ്. നമുക്ക് ചിലപ്പോൾ ചെയ്യാനുള്ളത് ഒരു വലിയ കാര്യമായിരിക്കാം. ഓക്കെ, നമുക്ക് പെട്ടെന്നൊന്നും റിസൾട്ട് കിട്ടിയെന്ന് വരില്ല, ബട്ട് സ്റ്റിൽ നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യത്തിന്, നമ്മൾ ചെയ്യേണ്ട വർക്കിനെ നമ്മൾ ചെറിയ ചെറിയ ടാസ്കുകളായിട്ട് നമ്മൾ ബ്രേക്ക് ചെയ്യണം. ഓക്കെ, ഇപ്പോൾ എനിക്ക് ഒരു ചാപ്റ്റർ പഠിക്കണം. ഇത് ഞാൻ പഠിക്കുന്ന ഒരു എക്സാമ്പിളായിട്ട് പറയുന്നേ ഉള്ളൂ. ഇത് നമ്മൾ ഡേ ടു ഡേ ഏത് സിറ്റുവേഷൻസിലും വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം. ഇപ്പം ഞാൻ പഠിക്കുന്ന ഒരാളാണെങ്കിൽ എനിക്ക് ഒരു ചാപ്റ്റർ പഠിക്കണം എന്ന് വിചാരിക്കും. പക്ഷേ ആ ഒരു ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ ഒരു 30 പേജൊക്കെ എക്സ്റ്റെൻഡ് ചെയ്ത് നിൽക്കുന്ന വലിയൊരു ചാപ്റ്ററാണെന്ന് വിചാരിക്കും. അപ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും ചിലപ്പോൾ ചാപ്റ്റർ വായിച്ചു തുടങ്ങി കുറച്ച് കഴിയുമ്പോഴത്തേക്ക് നമുക്കൊരു മടിയൊക്കെ തോന്നും. അപ്പോൾ അതിന് പകരം നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ ഫസ്റ്റ് ഒരു ഗോൾ സെറ്റ് ചെയ്യുക. അതായത് ഞാൻ ഇത്ര സമയത്തിനുള്ളിൽ ഞാൻ ഒരു പേജ് വായിച്ചിരിക്കുന്നുള്ള ഒരു ഗോൾ സെറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ അങ്ങനെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ ആൻഡ് നമ്മൾ ആ ഫസ്റ്റ് പേജ് വായിച്ച് കഴിയുമ്പോൾ നമുക്കുള്ളൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടും. ഞാൻ ഒരു ഫസ്റ്റ് പേജ് ചെയ്തു എന്നുള്ളത്. ഓക്കെ, കാരണം നമ്മളവിടെ സെറ്റ് ചെയ്തത് ഒരു ചെറിയ ഗോളാണ്. ഓക്കെ, ആദ്യം ഉള്ളതുപോലെ വലിയ കംപ്ലീറ്റ് ചാപ്റ്റർ പഠിക്കണം എന്നുള്ളതല്ല, ഇൻസ്റ്റഡ് ഒരു പേജ് ഞാൻ കംപ്ലീറ്റ് ചെയ്യും എന്നുള്ള ഒരു ഗോളാണ് നമ്മളവിടെ സെറ്റ് ചെയ്തത്. അതുകൊണ്ട് തന്നെ നമുക്ക് വളരെ ഈസി ആയിട്ട് ആ ഒരു 1 പേജ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ, എനിക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്, എൻ്റെ ഗോൾ കംപ്ലീറ്റഡ് ആവുന്നുണ്ട് എന്ന് നമ്മുടെ മനസ്സിന് ഒരു തോന്നലുണ്ടാവും. ആൻഡ് ഇത് നമുക്ക് നല്ല രീതിയിലുള്ള മോട്ടിവേഷൻ തരും. ഇതാണ് നമ്മുടെ എക്സ്പെക്റ്റേഷൻസ് കൂട്ടുന്നത്. ആൻഡ് അത് ഇക്വേഷൻ വെച്ച് നോക്കുമ്പോൾ ഇൻറ്റേൺ നമ്മുടെ മോട്ടിവേഷനെ കൂട്ടും ആൻഡ് നമ്മുടെ പ്രൊക്രാസ്റ്റിനേഷനെ കുറയ്ക്കും. രണ്ടാമതായി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ ചെയ്യുന്ന ടാസ്കുകൾ എപ്പോഴും, അതായത് നമ്മൾ ടാസ്ക് സ്പ്ലിറ്റ് ചെയ്യാൻ പറഞ്ഞു. ആൻഡ് ഈ സ്പ്ലിറ്റ് ചെയ്തിട്ടുള്ള ടാസ്കുകൾ എപ്പോഴും ചെറുതായിരിക്കണം. ഓക്കെ, ഫോർ എക്സാമ്പിൾ, ഞാനിപ്പോൾ ഒരു ജോലിക്ക് വേണ്ടി പഠിക്കുകയാണെന്ന് വിചാരിക്കുക. ആൻഡ് ആ പഠിക്കുന്ന ടൈമിൽ എനിക്ക് ഒരുപാട് സബ്ജക്ട്സ് കവർ ചെയ്യണം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഗോൾ സ്പ്ലിറ്റ് ചെയ്യാൻ പറഞ്ഞപ്പോൾ, ഇപ്പോൾ ഞാൻ സ്പ്ലിറ്റ് ചെയ്തിട്ട് എനിക്ക് കിട്ടിയ ഗോൾ എന്ന് വെച്ചാൽ ഒരു സബ്ജക്റ്റ് ഫുൾ പഠിച്ച് തീർക്കണം എന്നുള്ളതായിരിക്കും ഞാൻ ചിലപ്പോൾ സ്പ്ലിറ്റ് ചെയ്ത് എനിക്ക് കിട്ടിയ ഗോൾ. എൻ്റെ കംപ്ലീറ്റ് ഗോൾ എന്ന് പറയുന്നത് എനിക്ക് എക്സാം പാസ്സാവുക എന്നുള്ളതാണ്. ആൻഡ് ഞാൻ ആ ഗോൾ സ്പ്ലിറ്റ് ചെയ്തിട്ട് എടുത്തത് എന്താണ്, ഒരു സബ്ജക്റ്റ് കവർ ചെയ്യണം എന്നുള്ളത്. ആൻഡ് നമ്മളത് ശരിയൊക്കെ ഒരു റിയാലിറ്റിയിൽ ചിന്തിക്കുകയാണെങ്കിൽ അതൊരു ചെറിയ ഗോളാണോ? ഒരിക്കലുമല്ല. ഒരു സബ്ജക്റ്റ് കംപ്ലീറ്റ് ചെയ്യുക എന്ന് പറയുന്നത് തന്നെ വലിയൊരു ഗോളാണ് അല്ലേ? അപ്പോൾ നമ്മളെപ്പോഴും ടാസ്കുകൾ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ ആ ടാസ്കുകൾ എപ്പോഴും ചെറുതായിരിക്കാൻ ശ്രദ്ധിക്കുക. നമ്മൾ ഒരു പേജ് പഠിക്കുക, അല്ലെങ്കിൽ ഒരു ചെറിയ പോർഷൻ പഠിക്കുക, അല്ലെങ്കിൽ നമ്മളൊരു വർക്ക് ചെയ്യുകയാണെങ്കിൽ ഒരു ചെറിയ കാര്യം ചെയ്ത് തീർക്കുക. നമ്മുടെ അൾട്ടിമേറ്റ് എയിം അതാവണമെന്നില്ല, ബട്ട് സ്റ്റിൽ നമ്മൾ ചെറിയ ചെറിയ ടാസ്കുകളായിട്ട് വേണം സ്പ്ലിറ്റ് ചെയ്യാനായിട്ട്. ആൻഡ് ഇത് ചെയ്യാൻ ഏറ്റവും നല്ലതെന്ന് പറയുന്നത് പോമോഡ്രോ ടെക്നിക്കാണ്. ഈ പോമോഡ്രോ ടെക്നിക്ക് ചെയ്യാന്ന് വെച്ചാൽ നമ്മൾ 25 മിനിറ്റ്സ് വർക്ക് ചെയ്തിട്ട് 5 മിനിറ്റ്സ് ബ്രേക്ക് കൊടുക്കാം. ഇത് സ്റ്റഡീസിൻ്റെ കാര്യത്തിലാവണമെന്നില്ല, വേറെ എന്ത് കാര്യമായാലും നമുക്കിത് അപ്ലൈ ചെയ്യാവുന്നതാണ്. അതായത് നമ്മൾ 25 മിനിറ്റ്സ് നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്നു, 5 മിനിറ്റ്സ് നമ്മൾ ബ്രേക്ക് കൊടുക്കുന്നു. അപ്പോൾ നമുക്ക് തന്നെ ഒരു സാറ്റിസ്ഫാക്ഷൻ, ഒരു സന്തോഷം. ഞാൻ 25 മിനിറ്റ്സ് വർക്ക് ചെയ്തു, ഇനി അടുത്ത 5 മിനിറ്റ്സ് എന്ന് പറഞ്ഞാൽ എനിക്ക് എൻജോയ് ചെയ്യാനുള്ള ടൈമാണ്. അതുകൂടാതെ ഞാൻ 25 മിനിറ്റ്സ് വർക്ക് ചെയ്തല്ലോ എന്നുള്ള ആ ഒരു സന്തോഷം വേറെയും. അതുകൂടാതെ എനിക്ക് 25 മിനിറ്റ്സ് മാത്രമേ വർക്ക് ചെയ്യേണ്ടതുള്ളൂ, അത് കഴിഞ്ഞ് എനിക്ക് 5 മിനിറ്റ്സ് ബ്രേക്ക് കിട്ടുമല്ലോ എന്നുള്ള വേറൊരു സന്തോഷം. അപ്പോൾ ഇതൊക്കെ കൂടെ നമ്മുടെ മോട്ടിവേഷൻ ഇൻക്രീസ് ചെയ്യും. ആൻഡ് തേർഡ് ടെക്നിക്ക് എന്ന് പറയുന്നത് സെറ്റ് ദ ബാർ ലോ. അതായത് നമ്മൾ പലപ്പോഴും ഗോൾസ് സെറ്റ് ചെയ്യുമ്പോൾ
നമ്മുടെ മാക്സിമം ആണ് സെറ്റ് ചെയ്യുക അല്ലേ. ഇപ്പോൾ ഒരു ദിവസത്തെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു ദിവസം നമ്മൾ ഇന്ന കാര്യങ്ങൾ ചെയ്യണമെന്ന് നമ്മൾ ചിലപ്പോൾ പ്ലാൻ ചെയ്യും. ആ പ്ലാൻ ചെയ്തിരിക്കുന്നതിൽ നമ്മൾ മാക്സിമം കാര്യങ്ങൾ കുത്തിക്കയറ്റും. കാരണം നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒരു പ്രൊഡക്റ്റീവ് ഡേ ആണ്. അതുകൊണ്ട് തന്നെ നമ്മളെ കൊണ്ട് പറ്റുന്നതിനെ മാക്സിമം ചെയ്യാൻ വേണ്ടി നമ്മൾ കുറേ ടാസ്ക് അതിലേക്ക് അങ്ങ് കയറ്റി വയ്ക്കും. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ ആദ്യം തന്നെ അങ്ങനെ വലിയ ടാസ്കുകളൊന്നും കയറ്റി വയ്ക്കാതിരിക്കുക. അതായത് എന്നെക്കൊണ്ട് ഇപ്പോൾ ഒരു ദിവസം ഒരു 1000 വേർഡ് എസ്സേ എഴുതാൻ പറ്റും എന്ന് എനിക്ക് അറിയാമെങ്കിൽ കൂടെ ഞാൻ എൻ്റെ ഗോൾ സെറ്റ് ചെയ്യുമ്പോൾ അതൊരു 750 വേർഡ് ആയിട്ട് ഞാൻ ലിമിറ്റ് ചെയ്യണം. ഓക്കെ, അല്ലെങ്കിൽ ഞാൻ ഡെയിലി മെഡിറ്റേഷൻ ചെയ്യും എന്നുള്ള ഒരു ഗോളാണ് എൻ്റെതെങ്കിൽ എനിക്ക് ഡെയിലി ഒരു 30 മിനിറ്റ്സ് ഫോക്കസ് ചെയ്യാൻ പറ്റുമായിരിക്കും. ബട്ട് സ്റ്റിൽ ഞാൻ ആദ്യമായിട്ട് ചെയ്ത് തുടങ്ങുന്നതായതുകൊണ്ട് ഞാനതൊരു 2 മിനിറ്റ്സോ 5 മിനിറ്റ്സോ ആക്കി ചുരുക്കണം. കാരണം അല്ലെങ്കിൽ നമ്മൾ ഇൻ ബിറ്റ്വീൻ നമുക്ക് ബ്രേക്ക് വരാൻ ചാൻസ് ഉണ്ട്, നമ്മൾ ടയേർഡ് ആവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമ്മുടെ ബാർ എപ്പോഴും ലോ ആക്കി വെച്ചിരിക്കുക. ആൻഡ് നമ്മൾ പോകെ പോകെ നമുക്കത് ഇൻക്രീസ് ചെയ്ത് വരാം. ആൻഡ് നമ്മുടെ 4th ഹാക്ക് ആണ് നമുക്ക് തന്നെ എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് കൊടുക്കുക. അതായത് ഈ ചെറിയ ചെറിയ ടാസ്കുകൾ ചെയ്യുമ്പോൾ, ഇപ്പം ഒരു ദിവസം ഞാൻ ചെയ്യണമെന്ന് വിചാരിച്ചിട്ടുള്ള എൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ എനിക്ക് തന്നെ എന്തെങ്കിലും ഒന്ന് ഗിഫ്റ്റ് ചെയ്യും. ഇപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ഫുഡ് കഴിച്ചിട്ടോ അല്ലെങ്കിൽ ഒന്ന് പുറത്ത് പോയിട്ടോ എൻ്റെ വർക്കൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ടൈമിൽ എനിക്കിഷ്ടപ്പെട്ട ഒരു മൂവി കാണാം. അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള ഒരു ഗിഫ്റ്റ് നമ്മൾക്ക് തന്നെ കൊടുക്കുക. അതായത് ഞാൻ ഇത്രയും സമയം വർക്ക് ചെയ്തതിന് ഞാൻ തന്നെ കൊടുക്കുന്ന ഒരു ഗിഫ്റ്റ് എന്നുള്ള രീതിക്ക് ഒന്ന് ചെയ്ത് നോക്കുക. ഇത് നമുക്ക് ഒരുപാട് ബെനിഫിഷ്യലായിരിക്കും. അപ്പോൾ നമുക്ക് മോട്ടിവേഷൻ ഇങ്ങനെ കൂടിക്കൂടി ഇനിയും ചെയ്യണം. കാരണം നമ്മുടെ മനസ്സ് പറയും എനിക്കിഷ്ടമുള്ള എന്തോ ഒരു കാര്യം കിട്ടാനുണ്ട്, ഈ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ എനിക്കിഷ്ടമുള്ള എന്തോ ഒരു കാര്യം കിട്ടും എന്നുള്ള ഒരു തോട്ട് നമ്മളെ മനസ്സിൽ വരും. അപ്പോൾ നമ്മൾ അതിനനുസരിച്ച് വർക്ക് ചെയ്യാൻ തുടങ്ങും. ഈ 4 കാര്യങ്ങൾ നിങ്ങളൊന്ന് ഇംപ്ലിമെൻറ്റ് ചെയ്ത് നോക്കുക. നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് മാറ്റങ്ങൾ വരും. ആൻഡ് പ്രൊക്രാസ്റ്റിനേഷൻ ആയാലും നമ്മൾ മാറ്റാൻ വേണ്ടി ആദ്യം ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ നമ്മൾ സ്റ്റാർട്ടിങ് ട്രബിൾ ആയിരിക്കും നമുക്ക് ഏറ്റവും കൂടുതലുള്ളത്. അപ്പോൾ എല്ലാ മടിയും കാര്യങ്ങളും മാറ്റിവെച്ച് നമ്മളെ കൊണ്ട് പറ്റുന്നതാണ്, നമുക്ക് കിട്ടാൻ പോകുന്ന റിവാർഡാണ്, അതിൻ്റെ റിസൾട്ട് ആലോചിച്ച് നമുക്ക് വേണ്ടിയാണ് ചെയ്യുന്നത് എന്നാലോചിച്ച് എല്ലാ മടികളും മാറ്റിവെച്ച് വർക്ക് ചെയ്യാൻ തുടങ്ങിക്കോളൂ. ഓൾ ദ വെരി ബെസ്റ്റ്. ആൻഡ് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ആൻഡ് വേണ്ടപ്പെട്ടവർക്കൊന്ന് ഷെയർ ചെയ്തും കൂടെ കൊടുക്കുക. താങ്ക് യു.